ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മൾ ഇന്ന് എവിടെ പോകുന്നതല്ലേ? നമ്മൾ ഇന്ന് കക്കോട് പോകാൻ നിൽക്കുന്നേ. വല്യമ്മേനെ കാണാൻ കുറേ ദിവസമായി ഇങ്ങനെ പറയുന്നത്. അപ്പം നമ്മുടെ രഥം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മളിങ്ങനെ പോവാ നമ്മുടെ കാടിലൂടെ ഉള്ള വഴിയിലൂടെ. കാടൊന്നുമല്ല കേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞത്. ഇത് നമ്മുടെ റോഡാണ്. അപ്പം പോകുമ്പം വല്യമ്മക്ക് എന്തെങ്കിലും പലഹാരം മേടിക്കണ്ടേ. അപ്പം പലഹാരം മേടിക്കാൻ വേണ്ടി കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് രണ്ടാളും കൂടെ തുടങ്ങി, അമ്മ അത്, അമ്മ ഇത്, അമ്മ അത്. പ്രാന്ത് പിടിച്ചിനി. എന്നോടേ പറയില്ല, അച്ഛനോടൊന്നും പറയില്ല. എന്നിട്ട് പിന്നെ അവർക്ക് മുട്ടായൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ നേരെ പോയി നമ്മളെ അടുത്തേക്ക് കക്കോടിക്ക് പോയി. വൈശാഖും വന്നിട്ടുണ്ട്. അപ്പം കക്കോടി കുറേ നാളായി, എനിക്കൊന്നും ഒരു 6 മാസത്തിൽ മേലെ, ഒരു കൊല്ലം തന്നെ ആയോന്നും അറിയില്ല. ഒരു കൊല്ലം ആയിട്ടുണ്ടാവും കേട്ടോ. വല്യമ്മ ഇങ്ങനെ പുറത്തന്നെ ഇരിക്കുന്നുണ്ടായിന്. നമ്മളെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. കുറേ നാളായില്ലേ മക്കളെയെല്ലാം കാണിക്കാൻ വരാത്തത്. രസികക്കുട്ടി ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. എന്നിട്ട് ഞാൻ ചോദിച്ചു, വൈശാഖ് ഓർത്ത് ചോദിച്ചാൽ പറഞ്ഞു, വൈശാഖ് ദാ റൂമിലുണ്ട് എന്ന് പറഞ്ഞു. ദാ റൂമിൽ രണ്ടാളും കൂടെ കയറിയിട്ടുണ്ട്. ഓനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൻ്റെ ഹെഡ്സെറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഒരുത്തി വെക്കാൻ തുടങ്ങി. പിന്നെ മുത്തശ്ശിനോട് ഓരോരോ ചോദ്യങ്ങളായി. മിന്നൂസിന് ഇങ്ങനെയുള്ള മുത്തശ്ശീനെ കിട്ടേ വേണ്ടു. എന്താണെന്നറിയില്ല, ഓരോന്ന് ചോദ്യങ്ങളും പറച്ചിലും എല്ലായി. പിന്നെ തങ്കച്ചി ചായ കൊണ്ടു തന്നു. ചായയും കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാന്ന് കേട്ടോ. വൈശാഖിന് പിന്നെ ഒന്നും പറയണ്ട, നല്ല സ്നേഹമാണ് ഇവന് എല്ലാവരോടും. ഒരിതാണ്. അപ്പം മക്കൾക്ക് ഭയങ്കര കാര്യമാണ്. വൈശാഖ് മാമൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പം തങ്കച്ചി ചായ ഒഴിച്ച് തരുന്നുണ്ട്. ഞാൻ പിന്നെ ചായ കുടിച്ചാട് പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് മതി എന്നിട്ട് കുറച്ചേ കുടിച്ചിട്ടുണ്ട്. വൈശാഖും മിന്നൂസും കൂടി ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. ഇവളെ പിന്നെ അധികം അടുപ്പിച്ചിട്ട് കളിച്ച് കഴിഞ്ഞാൽ അവരെ പരിപാടി ഓള് തീർക്കും. നല്ലോണം ഉപദ്രവിക്കുന്നുണ്ട് ഓള്. പിന്നെ എന്താന്ന് എപ്പെങ്കിലും അല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിട്ടു. കാരണം ഇവന് കുറച്ച് കിട്ടേണ്ട ഇതുണ്ട്. അപ്പം പിന്നെ ഓള് ഇറുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. ഇത് പഴയ ഒരു മിറ്റും കാര്യങ്ങളെല്ലാമാണ്. വീട് കുറച്ച് മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്ത് രസികയുടെ കല്യാണ സമയത്തേക്ക് മുത്തശ്ശി കിടന്നിട്ടുണ്ട്. അപ്പം കിടന്ന മുത്തശ്ശിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു പറയാൻ വേണ്ടി വന്നിട്ടുണ്ടേ. എന്താ കൈയെല്ലാം പിടിച്ചിട്ട് പൊന്നു എണീപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പോവലായി മുത്തശ്ശി പറഞ്ഞിട്ട് പറയാൻ വന്നതാണ്. അപ്പം നിങ്ങൾ എന്തിനാ പോകുന്നത്, നാളെ പോയാൽ പോരെ എന്നെല്ലാം വല്യമ്മ പറയുന്നുണ്ട് അവരോട്. പിന്നെ നമുക്ക് പോയിട്ട് വേറെ എടുത്ത് പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ വൈശാഖ് പിന്നെ ഇതാ ചെറുതിന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കിടത്തിയിട്ടായിരുന്നു ഉണ്ടായത്. ഒന്നും പറയണ്ട. ബാലേട്ടനും വന്നിട്ടുണ്ടായിന്. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ളൊരു പള്ളിയാണ്. ഭയങ്കര രസമുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ നമ്മൾ തട്ടുമ്മലേക്കാണ് പോകുന്നത്. അച്ഛനവിടെ പലഹാരം വാങ്ങി വെച്ചിട്ടുണ്ട് പറഞ്ഞു. അച്ഛനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ അടുത്ത് തന്നെ നമ്മുടെ റായിലൊരു ഉപ്പേര കടയുണ്ടായിനെ. എൻ്റെ ഒപ്പരം പഠിച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ ഉപ്പേര കടയാണ്. പൊറോട്ടയും നല്ല ബീഫ് കറിയും സൂപ്പർ ടേസ്റ്റിയുള്ള ബീഫ് കറിയൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ ചൂടോടെ സ്പോട്ടിൽ നല്ല ആൾക്കാരും ഉണ്ടാവുന്നുണ്ട്. കൂടുതൽ ഇവിടെ തിന്നാനിരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇവിടെ പാഴ്സൽ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ബീഫ് കറി. കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മതി, വേറൊന്നും വേണ്ട. ആ പൊറോട്ടയിൽ ആ ബീഫ് കറി ഒഴിച്ചിട്ടില്ല എൻ്റെ അമ്മാശി, ഒന്നും പറയേണ്ട, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പലഹാരങ്ങൾ വാങ്ങാൻ കയറിയിട്ടുണ്ട്. ഇത് നമ്മുടെ തട്ടുമ്മൽ തന്നെ ഇല്ലേ പലഹാരക്കടയാണ്. എല്ലാം ഇവിടെ കിട്ടുമെന്ന് പറയുന്ന പോലെ ഇത് എല്ലാ തരം പലഹാരങ്ങളും ഹോൾസെയിലായിട്ട് ഇവിടെ ഉണ്ട്. കാരണം നമ്മൾക്ക് ഹോൾസെയിൽ കടയായിട്ട് ഉള്ളത് ഈ ഒരു ഏരിയയിൽ ഈ കട മാത്രമാണ്. അതിനിടയ്ക്ക് നമുക്ക് ടേസ്റ്റ് നോക്കാനും തന്നിട്ടുണ്ട്. അത് നമ്മൾ പലഹാരമൊക്കെ വാങ്ങിയിട്ട് എവിടെ പോകുന്നതല്ലേ, ഇതാ നമ്മുടെ രോഗിയെ കാണാൻ വന്നതാണ് കേട്ടോ. മാമന് ഡെങ്കി ആയിരുന്നു. ഡെങ്കി ആയിട്ട് ഹോസ്പിറ്റലാണ് ഉണ്ടായത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയിട്ടാ. വീട്ടിൽ വന്നപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പം കുഞ്ഞാറ്റയുടെ കുട എടുത്തിട്ട് ഇവർ കളിക്കുന്നുണ്ട്. കുഞ്ഞാറ്റ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരെ പൊരിക്കുക കേട്ടോ. ഇത് എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മമ്മ എന്തെല്ലോ പറയുന്നുണ്ട്. പിന്നെ അമ്മമ്മേനെ വീഡിയോസ് എടുക്കുമ്പോൾ അമ്മ പറഞ്ഞു ലൈറ്റ് ഇടും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലൈറ്റ് ഇട്ട് കൊടുത്തു. അന്നേരം
ഞാൻ സെൽഫി ക്യാമറയിൽ ഇങ്ങനെ വീഡിയോ എടുത്തുതരാം. അയ്യോ അതാരാ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു അമ്മമ്മ എന്നെ അത് എന്ന് പറഞ്ഞാൽ അമ്മമ്മ പറയുന്നത് അയ്യോ ഞാൻ ഇത്രയും മോശമായല്ലേ, അയ്യോ കുറേ നാളായി അമ്മമ്മ കണ്ണാടിയൊന്നും കാണാത്തത്. അതുകൊണ്ട് തന്നെ അമ്മമ്മ പറയുന്നത് എൻ്റെ ആങ്ങളെ എന്ത് വൃത്തിയുണ്ട്, അവനിപ്പവും ചെറുപ്പക്കാരനെ പോലെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അമ്മമ്മ വേവലാതി പറയുന്നത്. പിന്നെ കുഞ്ഞാറ്റയുടെ വണ്ടിയിലാണ് ഇവർ രണ്ടാളും കളി കേട്ടാ. കുഞ്ഞാറ്റ ഇല്ലാത്തത് ഇവരെ ഭാഗ്യം എന്ന് വെച്ചോ. പിന്നെ ഇവിടുത്തെ ഏച്ചിയുടെ പെറ്റുണ്ട്, ഒരു പൂച്ച. നമുക്കൊന്നും ഇഷ്ടമല്ല, ഏച്ചി എടുത്ത് നടക്കുന്നതാണ്. പിന്നെ ഉല്ലാസേട്ടൻ ഉണ്ടായിരുന്നു. ഉല്ലാസേട്ടൻ മടയനാണ് കേട്ടോ, മുത്തപ്പൻ്റെ മടയനാണ്. ഉല്ലാസേട്ടൻ ടാറ്റ പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ മോനമാമനുമായിട്ടും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വർത്താനാണ്. പിന്നെ മോനമാമൻ ആശുപത്രിയിൽ കാര്യങ്ങളും എല്ലാം പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. ICUയിൽ കിടന്നതും അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കോമഡി അടിച്ചിരിക്കുവാണ്. അത് കഴിഞ്ഞ് ഇതാ പറഞ്ഞു ഊഞ്ഞാലിലാടണം എന്ന് പറഞ്ഞു ഊഞ്ഞാലിലാടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റോനൂട്ടിന് ഓർമ്മ വന്നു. പിന്നെ റോനൂട്ടിൻ്റെ അടുത്തേക്കായി ഓട്ടം. ഞാൻ പറഞ്ഞു റോനൂട്ടൻ ആടി ഇല്ല മോളേ എന്ന് പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല, ഒറ്റ ഓട്ടമാണ്. പിന്നെ വയ്യേ ഞാനും പോയി. പിന്നെ ഓളെ പിടിച്ചാൽ കിട്ടിയില്ലതാ ഓടുന്നാണ്ടില്ലേ, വീട്ടിൻ്റെ തൊട്ടടുത്താണ്. പിന്നെ ഓടടാ ഓട്ടാന്ന് എവിടെയും നോക്കിയിട്ട് അച്ചാച്ചനും ഇവിടെ 2 അച്ചാച്ചന്മാരിങ്ങനെ ഇരിക്കുന്നുണ്ട് TV കണ്ടുകൊണ്ട്. അതൊന്നും നോക്കാതെ ഒറ്റ ഓട്ടം അടുക്കളയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അമ്മമ്മേനെയോ ആരെയോ ഉദ്ദേശിച്ചിട്ട് ആൾ പോകുന്നത്. അടുത്ത അമ്മമ്മേനെ ഉദ്ദേശിച്ചിട്ടാണ് പോയത്. അമ്മമ്മേനെയും വിളിച്ച് വന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുവാണ്. കണ്ടില്ലേ, അമ്മമ്മ പറയുവാണ് ഇന്ന് പോണ്ട, ഇന്ന് ഇവിടെ നിന്നോ. ഓള് നിൽക്കുകയും ചെയ്യും, അത് വേറെ കാര്യം. ഓളെ കുറച്ച് നിർബന്ധിച്ചാൽ മതി, ഓള് നിന്നോളും. പിന്നെ റോനൂട്ടിൻ്റെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ടേ. അപ്പം ആ വണ്ടിയും കൊണ്ടായിരിക്കും ഇങ്ങനെ കുറച്ച് നേരം കളി ഉണ്ടാവുക. അപ്പം ഇത് ഓടിക്കാൻ ഇവർക്ക് അറിയുന്നില്ല, എന്നാലും ആൾ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ട്. റോനൂട്ടിനും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ ജഗപൊകയായേനെ. അപ്പോഴത്തേക്കാണ് ആ പൊന്നു ഇടുന്നാന്നറിയില്ല ഒച്ചപ്പാട് കേട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. പിന്നെ പൊന്നു വന്നേരം പൊന്നൂനായി അത് ഓടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ്. ഇവർക്ക് ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊന്നും ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടില്ല. ഈ ഒരു ടൈപ്പ് സൈക്കിൾ ഉണ്ടെന്നേ ഇല്ല കേട്ടോ. അപ്പം ഇത് ഓടിച്ച് നോക്കുമ്പോഴത്തേക്ക് അത് പൊന്നൂന് കയറി ഓടിക്കാൻ നോക്കി. അത് മിന്നും കയറി. അപ്പം 2ആൾക്ക് ഓടിക്കാനാവില്ലായിരുന്നു, ഒരാൾക്ക് മാത്രം ഓടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുതിര ഉണ്ടായിനി. കുതിര എടുത്ത് പുറത്തിട്ടിട്ട് 2ആളും കൂടെ, മറ്റോള് ആ സൈക്കിളിലും ഇവള് കുതിരയിലുമായിരുന്നു കളികൾ ഉണ്ടായത്. അവരോട് ഇപ്പോൾ പോവാൻ സമയമായി ഒരുപാടായി എന്ന് പറഞ്ഞിട്ടൊന്നും അവർ വരുന്നില്ലേ. എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് തന്നെ വന്നു. വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് മുകേഷ് ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം മുകേഷ് ചേട്ടനോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മ പിന്നെ അവിടുന്ന് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് അച്ഛൻ കൊണ്ടുവന്ന പലഹാരമൊക്കെ ഇങ്ങനെ നോക്കി എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നോക്കുകയാണ്. ഇത്രയും പലഹാരങ്ങളാണുള്ളത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ട് പിരിയടി ഉണ്ട് കേട്ടോ. പിരിയടാന്ന് വെച്ചാൽ നമ്മളെ തേങ്ങയും ഇതെല്ലാം ഇട്ടിട്ടില്ലേ, അതാണ് നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. എന്നാ ശരി.